ഹായ് ഓൾ, ഏവർക്കും ലിറ്റ്ഷോർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 2025 വർഷം രണ്ടാമത്തെ ഫേസ് ആയിട്ടുള്ള സെറ്റ് എക്സാം ഓഗസ്റ്റ് മാസം എക്സാം കഴിഞ്ഞു. അപ്പോൾ പലരും എഴുതിയ പല വിദ്യാർത്ഥികൾ ഇപ്പോൾ ആലോചിക്കുന്നു, ഇനി ഞാൻ അടുത്ത് എന്ത് ചെയ്യും. മേ ബി ഇത് തന്നെയായിരിക്കും ഈ വീഡിയോ കാണുന്ന പലരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡിലെമ കണ്ടീഷനിലൂടെ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു കണ്ടീഷനിലൂടെ പോകുന്ന രണ്ട് തരത്തിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, പ്രധാനമായിട്ടും ഒന്നാമത്തെ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പരീക്ഷ എഴുതി മേ ബി കട്ട് ഓഫ്, അതായത് ജനറൽ കാറ്റഗറിക്ക് വേറെ, OBC കാറ്റഗറിക്ക് വേറെ, അങ്ങനെ ഓരോ കാറ്റഗറിക്കും സെപ്പറേറ്റ് കട്ട് ഓഫ് മാർക്കും നിലവിൽ LBS മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ജനറൽ പേപ്പർ 1ഉം ഈ പറയുന്ന മെയിൻ പേപ്പർ ഏതും ആയിക്കോട്ടെ, അപ്പോൾ രണ്ടും അഗ്രിഗേറ്റ് എത്ര മാർക്ക് വേണമെന്നുള്ള ഏകദേശം ഒരു ധാരണയായി. ഏകദേശം ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ നിൽക്കുന്ന ഒരു ഭൂരിഭാഗം കുട്ടികളും ഒരു ഭാഗത്തുണ്ടാവും. മറ്റ് പലരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് ഇപ്രാവശ്യം കിട്ടിയില്ല, എന്നാലും ഒരു കുഴപ്പമില്ല, റിസൾട്ട് ഒന്ന് വന്നോട്ടെ, ചിലപ്പോൾ ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെറുതെ ആ ഒരു സമയം കളയുന്ന തരത്തിലുള്ള രണ്ടാമത്തെ കാറ്റഗറി ഓഫ് കുട്ടികളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ അത് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാറ്റഗറി. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മാർക്ക് ഇപ്പോൾ ഏകദേശം പ്രൊവിഷണൽ ആൻസർ കീ ഓൾറെഡി LBS പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊവിഷണൽ ആൻസർ കീ എത്രയും പെട്ടെന്ന് നോക്കുക, ഇനി നോക്കിയില്ലാത്തവരാണെങ്കിൽ. കാരണം പലരും വിചാരിക്കും ഇനി റിസൾട്ട് വരുമ്പോൾ മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ, ഞാൻ എൻ്റെ എത്ര ആൻസർ കീ ഞാൻ എത്ര നോക്കി, ഇപ്പോഴേ ടെൻഷൻ അടിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. കാരണം എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യുന്നു നിങ്ങൾക്കൊരു സ്വയം ഒരു അവബോധം ഉണ്ടാവും നല്ലതാണ്. അതിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങളുടെ ചിന്തയിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു, ഞാൻ എല്ലാം കറക്റ്റായി എഴുതി, പക്ഷേ നിങ്ങളുടെ ശരിയാവണമെന്നില്ല യഥാർത്ഥ LBS മുന്നോട്ട് വെച്ച യഥാർത്ഥ ശരി ഉത്തരം. അപ്പോഴും പറയുന്ന കാര്യം, പ്രൊഫഷണൽ ആൻസർ ഈ നോക്കാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നോക്കുക. എന്നിട്ട് ഓരോ കാറ്റഗറി, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ ബിലോങ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, 1 or 2 മാർക്ക് കൂടുതലും കുറവൊക്കെ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് വരെ വെയിറ്റ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്തപ്പെടാം. അപ്പോൾ ചിലപ്പം 1-2 മാർക്ക് കുറവുള്ളവർക്ക് ചിലപ്പോൾ അതുവഴി കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 1-2 മാർക്ക് കൂടുതലുള്ളവർ കൂടുതൽ ആത്മവിശ്വാസം കാണിക്കാനും വരണ്ട, കാരണം ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാർക്ക് കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, ഈ 1-2 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളവർ വെയിറ്റ് ചെയ്യുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. അല്ലാത്ത പക്ഷെ ഒരു 4 മുതൽ അല്ലെങ്കിൽ ഒരു 3-4 മാർക്കിൻ്റെ ഒക്കെ ഡിഫറൻസിലാണ് നിങ്ങളുടെ കാറ്റഗറി വൈസ് അഗ്രിഗേറ്റ് മാർക്കെങ്കിൽ നിങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കളയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമാക്കുന്ന വിലയേറിയ സമയമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ സെറ്റിൻ്റെ എക്സാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് തന്നെ ധാരണയുണ്ടാവും. ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ എക്സാം നടത്തി 1-1.5 മാസത്തിന് ശേഷം മാത്രമാണ് റിസൾട്ട് LBS പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് ഇവിടെയും പരിഗണിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസം 24-ാം തീയതി നടന്നിട്ടുള്ള എക്സാമിൻ്റെ ഒരു മാസം കഴിയുമ്പോൾ തന്നെ സെപ്റ്റംബർ 24, പിന്നെ ഒരു അരമാസം കൂടി നോക്കുകയാണെങ്കിൽ ഒക്ടോബറോട് കൂടി. അപ്പോൾ നോക്ക്, സെപ്റ്റംബർ മാസം എങ്ങനെ നോക്കിയാലും ഇനി കുറച്ചും കൂടി, കഴിഞ്ഞ മാസം എന്തെങ്കിലും മറ്റ് ഡിലേ കാരണമാണെങ്കിൽ പോലും ഒരു മാസം സമയം എന്തായാലും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അത് ഈ പറയപ്പെടുന്ന നല്ല രീതിയിൽ ഡിഫറൻസ് ഉള്ള കുട്ടികൾ വെറുതെ ആ ഒരു റിസൾട്ട് വന്നിട്ടേ ഞാൻ ഇനി പഠിക്കൂ എന്ന് പറഞ്ഞ ഒരു വാശി പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത എക്സാം നടക്കാൻ പോകുന്നതിൽ ഒരു മാസം നിങ്ങൾ പോലും അറിയാതെ നഷ്ടപ്പെടുത്തുകയാണ്. ആ ഒരു മാസത്തിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം ഇനി നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ പലരും ചിന്ത എന്ന് പറഞ്ഞാൽ, ഓൾറെഡി ഞാനിപ്പോൾ ഒരു മാസം ബേക്കായി, അപ്പോൾ മറ്റ് പലരും പഠിച്ചു തുടങ്ങി കാണും. അപ്പോൾ ഇനി എനിക്ക് അതിൻ്റെ ഇടയിൽ മറ്റ് ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ജോലിയുടെ തിരക്ക്, വീട്ടിലെ പ്രശ്നങ്ങളാണെങ്കിൽ അതിൻ്റെ തിരക്ക്, അതിൻ്റെ ഇടയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ആലോചിച്ച് നിങ്ങളുടെ സൈക്കോളജിക്കലി നിങ്ങൾ വീക്കായി മാറും. സ്വാഭാവികമായിട്ടും പഠിക്കാനുള്ള താല്പര്യം ദിനം പ്രതി പഠിച്ചു തുടങ്ങി ആദ്യത്തെ ദിവസത്തെ താല്പര്യം 2-ാം ദിവസം കാണില്ല. അങ്ങനെ കുറഞ്ഞ് അവസാനം അടുത്ത പ്രാവശ്യം സെറ്റ് എക്സാം ആവട്ടെ, ഞാൻ ആദ്യം മുതൽ പഠിച്ചു തുടങ്ങുന്നുള്ള മനസ്സുകൊണ്ട് വിചാരിക്കും, അടുത്തൊരു സെറ്റ് എക്സാമേ കയ്യിൽ നിന്ന് പോകും. പറഞ്ഞു വന്ന കാര്യം, ഇത് നിങ്ങളിൽ പലരും ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം കൂടി ആയിരിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ആ ചിന്തിക്കുന്ന തെറ്റ്. കാരണം പല ബാച്ച് ഓഫ് സ്റ്റുഡൻസിനെയും പാസ്സാക്കിയിട്ടുള്ളതും അവരോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട് സഞ്ചരിച്ചുകൊണ്ട് അവർ പലരും ചിന്തിക്കുന്ന കാര്യം നമ്മോട് ഷെയർ ചെയ്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും ആത്മവിശ്വാസത്തോട് നിങ്ങളോട് പറയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും അത്തരം ഒരു തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത്. നിങ്ങൾ വിലയേറിയ 1 മാസം 1.5 മാസം കളയരുത്. ആ 1.5 മാസത്തിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കുള്ള ആ സിലബസ് നോക്കുക. അതിൽ ജനറൽ പേപ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മെയിൻ പേപ്പർ ആയിക്കോട്ടെ, അതിൽ ഒരു യൂണിറ്റ് പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാവും, ഒരിക്കലും അതുകൊണ്ട് ദോഷമില്ല. അത് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു റിസൾട്ടിന് വേണ്ടി അനാവശ്യമായിട്ട്, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മാർക്ക് നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യാം,
റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ പഠനങ്ങൾ മുന്നോട്ട് പോവുക. ആ പഠനം മുന്നോട്ട് പോകുന്നതിൽ പ്രധാനമായിട്ടും ജനറൽ പേപ്പറാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, അല്ലെങ്കിൽ സെറ്റ് ഇംഗ്ലീഷ് പേപ്പർ 2 ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. കാരണം ലിറ്റ്ഷർ അക്കാഡമി പുതിയ റെഗുലർ ബാച്ച് നെക്സ്റ്റ് വീക്ക് മുതൽ ആരംഭിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസരം കൃത്യമായിട്ട് നമ്മൾ തുടക്കം മുതൽ നിങ്ങൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ വീക്ക്നെസ്സും മനസ്സിലാക്കി, നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി, ഇപ്പോഴത്തെ നിലവിൽ അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻ ഫോർമാറ്റുകളൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തി നിങ്ങളോടൊപ്പം തന്നെ സഞ്ചരിച്ച് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് ഇംഗ്ലീഷ് പേപ്പറായാലും ജനറൽ പേപ്പർ 1ൻ്റെ പേപ്പറായാലും നല്ല മാർക്കോടുകൂടി നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു അവസരം വിനിയോഗിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, HSST ഇംഗ്ലീഷ് വിളിക്കാൻ പോകുന്നതേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നിട്ടില്ല. മേ ബി പല ഈ ഒരു LBSുമായി ബന്ധപ്പെട്ട് മറ്റ് പലരും അറിയാനായിട്ട് സാധിച്ച ഒരിക്കലും ഒഫീഷ്യലി ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അതും കൂടി എടുത്തു പറയുകയാണ്. അത് മറ്റൊരു അക്കാഡമിയോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ആ നോട്ടിഫിക്കേഷൻ മേ ബി ഈ പറയുന്ന ഇനി നടക്കാൻ പോകുന്ന എക്സാമിൻ്റെയും കൂടി റിസൾട്ട് ഇല്ലെങ്കിൽ അതും കൂടി കഴിഞ്ഞിട്ടാകാം എന്ന രീതിയിലൊരു ചർച്ച നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ HSST എക്സാമിന് വേണമെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തവർക്കും കൂടി അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാകാം. അപ്പോൾ പറഞ്ഞു തന്ന കാര്യം ചിലപ്പോൾ ആ ഒരു പോസിബിലിറ്റി ചിലപ്പം തള്ളിക്കളയേണ്ട കാര്യമില്ല. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ പഠിക്കുക, നല്ല രീതിയിൽ ജോലി പ്രവേശിക്കുക. അതാണ് നിങ്ങളുടെ ആഗ്രഹം, നമ്മുടെ ആഗ്രഹം. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു അവസരം, ഒരു മാസം അത്യാവശ്യം നല്ല മാർക്ക് ഡിഫറൻസ് ഉണ്ടെങ്കിൽ വെറുതെ തള്ളിക്കളയരുത്. അത് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ടാണ് ചോദിച്ചത് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് നിങ്ങളിൽ കൃത്യമായ ഉത്തരം വേണം. ഞാൻ റിസൾട്ടിന് വേണ്ടി വെറുതെ വെയിറ്റ് ചെയ്ത് എൻ്റെ വിലയേറിയ സമയം പാഴാക്കണമോ, അതോ കൃത്യമായിട്ട് ഇന്ന് മുതൽ വേണ്ട, ഇന്ന് ഓൾറെഡി ഇത്രയും ലേറ്റ് ആയില്ലേ, അപ്പോൾ നാളെ മുതൽ ഇനി ഞാൻ പഠിച്ചു തുടങ്ങണമെന്ന് സ്വയം നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ലിറ്റ്ഷർ ഫാമിലിയിലൂടെ നൽകുന്നതാണ്. നിങ്ങൾക്ക് കോച്ചിങ് പരമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാൻ ശ്രമിക്കുക. സോ എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വൺസ് അഗെയിൻ നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻ, നല്ല ചിന്തകൾ മനസ്സിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷർ അക്കാഡമി. താങ്ക് യു.